പോര സൈമ, കുറച്ചുകൂടെ വേണം. ഇത് കുരുടി. ശരിക്കുള്ള പേര് നെൽസൺ മണ്ടേല. നെൽസൺ മണ്ടേല PP. സ്കൂളിൽ ചേർക്കാൻ ചെന്നപ്പോൾ കുരുടി എന്ന പേര് പറ്റില്ല എന്ന് ഹെഡ് മാസ്റ്റർ പറഞ്ഞു. ഒരു ജൂലൈ 18 പീപ്പിൾസ് പാർട്ടി പേപ്പറിലാണ് ഇവനെ പൊതിഞ്ഞു കിട്ടിയതെന്ന് കൊണ്ടുപോയ മദറിന് ഓർമ്മ വന്നു. ഉടനെ മണ്ടേലയുടെ ജനനതീതിയായ 18 പീപ്പിൾസ് പാർട്ടിയുടെ PP ചേർത്ത് മദർ ഒരു കാച്ചങ്ങ് കാച്ചി. നെൽസൺ മണ്ടേല PP. ഇത് ഇക്രു, ഞങ്ങളുടെ സന്തത സഹചാരി. കുരുടിയുടെ ഏക സമ്പാദ്യം. ഇക്രു ആണ് എൻ്റെ ജീവിതം ശരിക്കും മാറ്റിമറിക്കുന്നത്. ഇപ്പോഴല്ല, പിന്നെ. ഞങ്ങൾ ഈ കഷ്ടപ്പെട്ട മുഴുവനും വീട്ടിലേക്കുള്ള അരി വാങ്ങാനല്ല. ഇത് ജോർജിനുള്ള സമ്മാനമാണ്. ഇതാണ് SI ജോർജ്. ഇങ്ങോട്ട് നീങ്ങി നിൽക്കടാ. വെള്ളം അടിച്ചിട്ടാണോ മോനെ വണ്ടി ഓടിക്കുന്നത്? എന്താടാ പേര്? നെൽസൺ മണ്ടേല. അയ്യോ, അടി ഒഴുകി മാറുമല്ലേടാ. അഞ്ചാമത്തെ അടിയിൽ ജോർജിന്റെ ബോധം പോയി. പക്ഷേ ഞങ്ങൾക്ക് കിട്ടിയ 1.5 ഡസനോളം അടി തിരിച്ചു കൊടുക്കാതെ വരുന്നത് മോശമല്ലേ? പോടാ. ലാലോ, എന്താ പറയാ? നീ ഇന്ന് നൈറ്റ് ക്ലാസ്സിൽ വരില്ലേ? ഞാൻ പോയൊന്ന് കുളിക്കട്ടെ. അപ്പോഴേക്കും നീ വീട്ടിലേക്ക് വാ. ഓക്കെ സേമ. മുന്നോട്ട് നോക്കി വണ്ടി ഓടിക്കണം. പറന്നു 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 ചെല്ലാൻ പറ്റാത്ത കാട്. വാ, അകത്തോട്ട് കയറി. അമ്മേ, അമ്മേ. എന്നെന്താ കഴിക്കാൻ? ഇത് കാണുമ്പോ തോന്നിയേക്കാം ഇത് ഇവന്റെ വീടും അത് അവന്റെ അമ്മയാണെന്ന്. എന്നാലല്ല, ഇതെന്റെ വീടും അത് എൻ്റെ അമ്മയാണ്. ഈ ഒരു ഒറ്റ കാര്യത്തില് എനിക്ക് അവനോട് അസൂയുള്ളൂ. അവൻ സ്നേഹം കാണിക്കുന്നത് പോലെ എനിക്ക് കാണിക്കാൻ അറിയില്ല. ഞാൻ ഒഴിക്കാമേ. അമ്മ തേച്ച് പിടിപ്പിക്കുന്ന എണ്ണയുടെ സുഖം വേറെ കിട്ടില്ലെന്ന് എനിക്കറിയാം. പക്ഷേ ഇപ്പോഴങ്ങനെ ചെയ്ത SI ജോർജിന്റെ തലയിൽ സമ്മാനം തന്ന 2 മുഴകൾ അമ്മ കണ്ടുപിടിക്കും. ഇന്നത്തെ ദിവസം ഓർമ്മയുണ്ടോ ഹരി? ഗാന്ധി ജയന്തി ആണോ? അല്ല അല്ലേ? അച്ഛൻ്റെ ആണ്ട. കുതിക്കും മാണിക്ക ചെമ്പഴുക്ക എന്നെ കൊല്ലാതിരിക്കാൻ പറ്റുമോ? ഞാൻ കരഞ്ഞു, പൊട്ടിക്കരഞ്ഞു. എൻ്റെ അച്ഛൻ മരിച്ചതുകൊണ്ടായിരുന്നില്ല, എനിക്ക് ചിത്രത്തിന്റെ ക്ലൈമാക്സ് കാണാൻ പറ്റിയില്ലല്ലോ എന്നോർത്ത്. ലാലോ. ആ ഉമ്മറേ, മെല്ലെ കഴിക്കട ഹരി. ദാ അവനെ കണ്ടുപിടിക്കേ. ആ ഉമ്മറേ, അത്താഴം കഴിച്ചോ? ആ, കഴിച്ചിട്ടാ അമ്മ വന്നത്. പഠിത്തമൊക്കെ എങ്ങനെ പോകുന്നു? ഉഷാറായിട്ട് പോകുന്നു. ലാലു ക്ലാസ്സിലൊക്കെ വരാറുണ്ടോ? പിന്നെ ലാലു അല്ലേ ക്ലാസ്സിൽ ഫസ്റ്റ്. രാവിലെ വെറുതെ നടന്നാലും രാത്രിയിൽ ക്ലാസ്സിൽ പോകുന്നതാ ഒരാശ്വാസം. ഇത് കഴിഞ്ഞാൽ വേറെന്താ പരിപാടി? ഒരു ജോലി ഏകദേശം ഗൾഫിൽ ശരിയായിട്ടുണ്ട്. അടുത്ത മാസം മിക്കവാറും ഞാൻ അങ്ങോട്ട് പോകും. അമ്മേ, ഞാൻ ക്ലാസ്സിൽ പോയിട്ട് വരാം. കുരുടി, ക്ലാസ് കഴിഞ്ഞ് നമ്മുടെ ഗല്ലി കാണാം. ശരി സൈമ.
കൃഷ്ണൻ്റെ കൊട്ടയെ വേഗം നിറച്ച് കൊടുക്ക്, അവന് തലയാക്കി വെച്ച് കൊടുക്ക്. നീ എന്താ വേണ്ടത് അതും പൂരി അങ്ങോട്ട് ഫുള്ളായിട്ട് നിറച്ച് കൊടുക്ക്. പിന്നെ എന്താണ് വേല ഇതാ കാണിക്കുന്നത്? എടുത്തിട്ടൂടെ അങ്ങോട്ട് വേർത്തിട്ടൂട്. മേലുള്ള ഏടോ ആരോ അപ്പുറത്ത് എടുത്തിട്ടൂടുന്ന അങ്ങോട്ട്. എവിടെയാണ് നോക്കി നിൽക്കുന്നത്? ലാലു എട്ടരേണ്ട റൗണ്ട് ശ്രദ്ധിക്കണം. ശരി സൈമ. അല്ല രാമേട്ടാ. പോട്ടെ പോട്ടെ അങ്ങോട്ട്. ഇത് പോട്ടെ ഇത് പോട്ടെ ഇത് പോട്ടെ 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 പോട്ടെ. എടുത്തോ എടുത്തോ എടുത്തോ. കുട്ടാ, കഴിഞ്ഞോ നിന്റെ ക്ലാസ്? അപ്പോഴേക്കത് തീർത്ത്. അതെ. ഒരു പണിയെടുക്കാതെ വെള്ളം അടിച്ചു നടക്കാൻ നല്ല സുഖമാണല്ലേ. നീ കഷ്ടപ്പെട്ട് പണിയെടുക്കുമ്പോ ഞാൻ എന്തിനാളിയാ ജോലിക്ക് പോകുന്നത്? പിന്നെ ഞാൻ ഗൾഫിൽ പോയാൽ നിനക്ക് സിമ്പതിയുടെ പേരിൽ കുറച്ച് ഡോളേഴ്സ്, ഐ മീൻ സിംഗപ്പൂർ ഡോളേഴ്സ് അയച്ചു തരില്ലേ ഞാൻ? പ്ലീസ് ഡോണ്ട് മിസ്അണ്ടർസ്റ്റാൻഡ് മീ. ശരി ശരി, നീ എനിക്കൊരു ചെറുത് ഒഴിച്ചേ. അതും വേണോ നിനക്ക്? എന്താ പറ? ഇന്ന് പോലീസൊക്കെ ഇല്ലാത്തോണ്ട് ഒരു ലോൺ കൂടി പോയി വരാൻ മുതലാളി പറഞ്ഞു. ഇന്നിനി ലാലു എങ്ങോട്ടും വരുന്നില്ല. കിട്ടണ പൈസ കളയണ്ട ലാലു, നീ പെട്ടെന്ന് വന്നേ. പോടാ. ഞാൻ പോയിട്ട് പെട്ടെന്ന് വരടാ സൈമ. നീ പോവാണോ അളിയാ? ഞാൻ ഇപ്പൊ തന്നെ വരില്ലടാ ചക്കരക്കുട്ട. പോണ്ട. എന്നാ ഇത് വരി. അത് കൊള്ളാം. എന്താണ് വേല ഇതാ? ഇങ്ങനെ തിരക്കുള്ള സമയത്ത് ഇങ്ങനെ വീടിയും വലിച്ച് നടന്നാൽ എങ്ങനെയാണ്? വേട്ടൂടെ അങ്ങോട്ട്. എല്ലെങ്കിൽ തന്നെ 3-4 ലോഡ് പോയിട്ടുള്ളൂ. ഇനി എത്ര ലോഡ് പോവാനുള്ളതാണ്? ഇത് ചങ്ങായി വേഗം എടുത്തുവിട്ടുവിടുന്നു അങ്ങോട്ട്. ഇത് ലോഡാക്കി കഴിഞ്ഞിട്ട് വേണം വേറെ എല്ലാം ലോഡാക്കാനുള്ളേ. വേഗം ഇങ്ങോട്ട് ഓടി വന്നു കൊടുത്തില്ലേ? 550. തപ്പി തടഞ്ഞ് വീഴാതെ അവിടെ പോലും ഇരുന്നാ പോരായിരുന്നോ? അളിയാ ലാലു, എന്തു പറ്റിയടാ? എടാ കുറെ തെണ്ടികൾ തന്നെ ചവിട്ടിക്കൂട്ടി. ഏത് പുല്ലനാടാ നിന്നെ തട്ടിയേ? എടാ ആ ബോട്ടിൽ തീർന്നപ്പോൾ എനിക്ക് ഒന്നും ആയില്ല. കള്ള് ഷാപ്പിൽ ചെന്നപ്പോൾ അതും പൂട്ടി. മര്യാദയ്ക്ക് വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചപ്പോൾ ആ വിനയനും പിള്ളേരും ഷഡിലിരുന്ന് വെള്ളം അടിക്കുന്നു. കുറച്ച് കള്ള് എനിക്കും കൂടെ തരുമെന്ന് ചോദിച്ചേനാ അവന്മാരെന്നെ ഈ കോലാക്കിയത്. നീ കുറച്ച് കള്ള് ചോദിച്ചപ്പോ അവന്മാര് നിനക്കറി തല്ലിയോ? നിനക്കെന്താടാ, ഞാൻ പറഞ്ഞ വിശ്വാസല്ലേ? അതെ എടാ, അത് ഞാൻ കള്ളു ചോദിച്ചപ്പോൾ അവർക്ക് തരാൻ വയ്യ. പിന്നെ ഞാൻ ആ കുപ്പിയെടുത്ത് അങ്ങ് ഓടി. അവന്മാരെന്നെ പിടിച്ചങ്ങ് ചാമ്പി. അത് നന്നായി. ഇക്കാര്യം ഞാൻ നമ്മളെ പിള്ളേരോട് പറഞ്ഞിട്ടുണ്ട്. അവന്മാരിപ്പോൾ നമ്മളെ ഗല്ലിയിലെത്തും. നീ ഇത് എത്ര പേരോട് പറഞ്ഞു? അബു, നീരാളി, വികടൻ, അബു, ഒരു 15 പേരോടെ അത് പറഞ്ഞിട്ടുണ്ട്. അവന്മാരിപ്പോൾ അവിടെ 15 പേരില്ലേ? പിന്നെ ഞാൻ എന്തിനാ വരുന്നത്? അത് പറ്റില്ല, നീ എന്തായാലും കൂടെ വരണം. എടാ അത് ശരിയാവില്ല, എനിക്കിവിടെ പണിയുണ്ട്. എനിക്കൊരു പ്രശ്നം വന്നപ്പോൾ നീ എന്നെ ഒഴിവാക്കല്ലേ? അതല്ല സൈമ, ഈ ലോഡ് 15 മിനിറ്റ് കൊണ്ട് നിറയും. 15 മിനിറ്റ് കൊണ്ട് നമുക്ക് പണിയും കഴിഞ്ഞിട്ട് വരാം സൈമ. നീ ഞാൻ കയറ്, വണ്ടി സ്റ്റാർട്ടാക്ക്. പോട്ടെ പോട്ടെ. രാമേട്ടാ, ഞാനിപ്പോ വരാം. ടാറ്റ ടാറ്റ. ലാലു എവിടെയാടാ പിള്ളേര്? ഇപ്പൊ വരും. എത്ര നേരായി കാത്തു നിൽക്കുന്ന? ഞാൻ പോവോ? കുറച്ച് നേരം കൂടെ കാത്തു നോക്കാലോ. 2 മിനിറ്റ്.
അടിക്കാനുള്ളവരും വന്നില്ല, അടി കൊള്ളാനുള്ളവരും വന്നില്ല. കണ്ണ് തുറന്ന് കണ്ട ഇപ്പൊ മനസ്സിലായോ കുരുടി വിളിച്ചാലും പിള്ളേര് വരുമെന്ന്. കുരുടി ആരാ മോൻ? മക്കളെ അപ്പത്തിരുന്നാണോ വരുന്നത്? അയ്യോ ലാലു ഓടിക്കോ, ഇത് മറ്റവന്മാരാണ്. കുരുടിക്ക് കള്ള് വന്നിട്ടില്ലേ ഇങ്ങനെ ഇരിക്കും. വാടാ കേട്ടോ, വണ്ടി കയറി. അയ്യോ കിടന്ന് ഉറങ്ങണം, നേരം വെളുക്കണം, എന്തൊക്കെ പണിയാണ്. ഉറങ്ങുന്ന കണ്ടില്ലേ? നിനക്ക് മുള്ളാൻ നല്ലത്. മുള്ളൂല. പാട്ടി കിടന്നുറങ്ങടാ. ലോകമഹായുദ്ധം അതാണ് ഇന്നലെ രാത്രി നടന്നത്. അത് കാണണമെങ്കിലൊക്കെ യോഗം വേണം എൻ്റെ ചേട്ടാ. ഞാനൊക്കെ ഉണ്ടല്ലോ ഒറ്റക്കാലിൽ നിന്ന് കറങ്ങി 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 അടിക്കായിരുന്നു. നിർത്തിയിട്ട് ആദ്യത്തെ പണി ഞാൻ ഇടിച്ചങ്ങ് ശരിയാക്കി. എന്നിട്ട് എൻ്റെ ചേട്ടാ അത് അവിടുന്ന് ഒരു ചവിട്ടിങ് വന്നപ്പോൾ ഞാൻ അതാ ഇങ്ങനെ ഒരു ചവിട്ടങ്ങി ചവിട്ടി. തല്ലുകൂടെ അറിയില്ല, ഞാൻ തല്ല് കുറച്ചു. പിന്നെ 2 പേര് വന്നപ്പം അതിനടുത്ത് ഞാനിതാ ഇങ്ങനെ അടിച്ചു. അത് കഴിഞ്ഞപ്പോൾ മറ്റം വന്നിട്ട് ഇതാ ഇങ്ങനെ വന്നപ്പോൾ അതാ ഇങ്ങനെ പിടിച്ചു, എടുത്ത് കറക്കി എറിഞ്ഞു. ആ വന്നു, അവിടെ നിന്ന് എല്ലാവരും കൂടെ വന്നു കണ്ടടി അങ്ങ് കുനി 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 ഒരു 4 ഇടി. അത് കഴിഞ്ഞ് ഞാനങ്ങ് ഓടിയിട്ട് ലാലുവിന്റെ ഇടത്ത് കൂടെ ചെന്നപ്പോ തൊട്ട് മുന്നിൽ 3 പേര്. ഉമ്മരോ, ഭാഗ്യം ഇന്നലെ നിന്നെ പിടിച്ചില്ലല്ലോ. നീ എന്തിലും എന്ത് പരിപാടിയാണ് കാണിച്ചത്? സോറി സൈമ, എല്ലാ കുരുടി കാരണം. ഞാൻ എത്ര പ്രാവശ്യം സിഗ്നൽ തന്നു വണ്ടി ഒന്നും ഇങ്ങോട്ട് മാറ്റാൻ. ഇത് നേരത്താണോ പോകാൻ തോന്നിയത്? അടുത്തവണ ഫ്രീ ആയിട്ട് ചെയ്യാമെന്ന് മുതലാളിയോട് പറയാം. എടാ അതിന് ഇനി പണി വേണ്ടേ? മുതലാളിയൊക്കെ ജയിലിൽ അഴി എണ്ണി അങ്ങ് അകത്ത് കിടക്കുന്നുണ്ട്. എന്തായാലും ഇന്നലത്തോടെ നമ്മുടെ നൈറ്റ് ക്ലാസ്സിനൊരു തീരുമാനമായി. ഇനി ഞാൻ പണ്ടത്തെ പോലെ കപ്പലിന്റെ കച്ചവടം ചെയ്യേണ്ടി വരും എന്ന് തോന്നണേ സൈമ. അയ്യടാ അവിടെ ഇനി എത്ര കഥ പറയാണ്ട്. സൂപ്പറിനെ അടിച്ചോടിച്ചതിന് ശേഷമുള്ള കഥ ഞാൻ പറഞ്ഞാ. ബാക്കി സൂപ്പറിനെ അടിച്ചോടിച്ചപ്പോ അവരെ ഞാനതങ്ങനെ ഇങ്ങനെ പിടിച്ചിട്ട് 1 2 പണി പോയപ്പോ സമാധാനാണ് നിനക്ക്. പണി പോയോ? അടിക്കല്ലേ, ഒരു ഐഡിയ ഉണ്ട്. ഒരു ഐഡിയ ഉണ്ട്. നമുക്കൊരു സിഗരറ്റ് വലിച്ചിട്ട് ആലോചിക്കാം. വേണ്ട ശംഭു, 2 സിഗരറ്റ്. കഴിക്കട്ടെ. കിട്ടി കിട്ടി. എന്ത്? ചാവേർ വാവച്ചൻ. 11, 12, 13, 14. ഇത് വാവച്ചൻ.
വെറും വാവച്ചനല്ല, ചാവേർ വാവച്ചൻ. ഇതിഹാസ കഥാപാത്രമായ ചാവേർ അന്തോണിയുടെ അരുമ സഹോദരൻ. ഒരു കാലത്ത് ഈ നാട് വിറപ്പിച്ചിരുന്ന ഗുണ്ടയായിരുന്നു അന്തോണിച്ചൻ. ചാവേർ അന്തോണി എന്ന പേര് കേട്ട കിടുങ്ങാത്തവരാരും ഉണ്ടായിരുന്നില്ല. പക്ഷേ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഒരു ദിവസം എന്നോട് ഇടങ്കാലൊഴിക്കാൻ നടക്കണം. ഈ സംഭവത്തിന് ശേഷം ചാവേർ അന്തോണിയുടെ ഓമനപ്പേര് അനിയനായ വാവച്ചന് കിട്ടി, ചാവേർ വാവച്ചൻ. ആ പടക്കം പൊട്ടിച്ചവനെ ഇന്നും തിരയുകയാണ് ചാവേർ വാവച്ചൻ. എന്താ വാവച്ച, ഇത് ലാലു, എൻ്റെ കൂട്ടുകാരനാ. അതിന് നീ ആരാ? ഞാൻ നെൽസൺ കുരുടി. ആ, വന്ന കാര്യം പറ. ഇവൻ്റെ കാര്യം വലിയ കഷ്ടത്തിലാ. പിന്നെ എൻ്റെയും. ഇവിടെ വല്ല ജോലിയും കിട്ടുമോയെന്നറിയാൻ വേണ്ടി വന്നതാ. പണി തരാൻ ഇതെന്താ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് ആണെന്ന് വിചാരിച്ച? അല്ല, വാവച്ചന് മണൽ കിടത്തുന്ന ബിസിനസ്സൊക്കെ ഉള്ളതല്ലേ. ഞങ്ങൾ ക്ലീനായിട്ട് മണൽ കിടത്താം. വാവച്ചനൊന്നും പറഞ്ഞില്ല. നിങ്ങൾ പറഞ്ഞ പണിയൊക്കെ നിർത്തിയിട്ട് കാലം ഒരുപാടായി. ഇപ്പോൾ വണ്ടി എടുത്തിട്ട് CC അടയ്ക്കാത്തവരെ പിടിക്കല പുതിയ പണി. അതിന് നിങ്ങളെപ്പോലുള്ള ചെറിയ ചെക്കന്മാർ പോരാ. ചെക്കന്മാരോ? ആ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ചെന്ന് ആ SI ഓർന്ന് കണ്ടാൽ മതി. അപ്പം മനസ്സിലാവും വാവച്ചന് ഞങ്ങളെ. മൂക്കിൽ കൂടെ ശ്വാസം പോലും കിട്ടായ 2ാമത്തെ വാർഡിൽ കിടപ്പുണ്ട്. ഒരു 8 പേര് വന്നാലും ഞങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല വാവച്ച. ഏയ്, അതൊന്നും ശരിയാവൂലെന്ന്. നിങ്ങൾ പോയി വേറെ വല്ല പണി നോക്ക്. വാവച്ചന് വേണ്ടിയിട്ട് ഒരു വണ്ടിയും പിടിച്ചാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. കുറെ കാലം വാവച്ചനെ പറ്റിച്ച് നടക്കുന്നൊരു ബ്ലാക്ക് RX100 ഇല്ലേ, KL11D850. അതെ അതെ, KL11D85. അതും പിടിച്ചാണ് ഞങ്ങൾ വന്നത്. വണ്ടി പുറത്ത് കിടപ്പുണ്ട്, ഇതാ താക്കോല്. എത്ര കഷ്ടപ്പെട്ടിട്ടാന്നറിയോ വാവച്ച ഞങ്ങളത് പിടിച്ചോണ്ട് വന്നേ. അത് ഏതാ വണ്ടി? ഇക്രുവിന് ഒറ്റിക്കൊടുത്തത് കുരുടിക്ക് താങ്ങാവുന്നതിലും അപ്പുറത്തായിരുന്നു. പക്ഷേ ഇങ്ങനെയാണ് ഇക്രു എൻ്റെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവായി മാറിയത്. ആകാശങ്ങളിരിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളെല്ലാവരും കൂടെ അനുഗ്രഹിക്കണമേ. ആമേൻ. പൂഴിവാരിയും തമ്മിലടിച്ച് നടന്ന ഞങ്ങൾക്ക് ഇതൊരു പുത്തൻ അനുഭവമായിരുന്നു. സൈക്കിൾ പൂട്ട് മുതൽ സെൻട്രൽ ലോക്ക് വരെ തുറക്കാൻ വാവച്ചൻ ഞങ്ങളെ പഠിപ്പിച്ചു. എന്താണ് തുറക്കുന്നില്ല? ഞാൻ വെള്ളം എടുത്തിട്ട് വരാം. അയ്യോ ലാലു, വെള്ളമില്ല. പിന്നെ കുരുടി ഒന്നും ആലോചിച്ചില്ല. ചാവേർ വാവച്ചനെ മനസ്സിൽ ധ്യാനിച്ച് പൂട്ടിനങ്ങ് ആഞ്ഞടിച്ചു. ഈശ്വരാധീനമെന്ന് പറയാലോ. എൻ്റെ കയ്യിൽ കിട്ടിയ ആ 2 വയറ് തന്നെയായിരുന്നു ഉരക്കേണ്ടിയിരുന്നത്. അങ്ങനെ വിജയകരമായി ഞങ്ങൾ ആദ്യത്തെ ദൗത്യം പൂർത്തിയാക്കി. ഓ, എൻ്റെ മക്കളെ. ഓ, ഈശ്വരാ. അമ്മേ, അമ്മേ. ഇതാ വരുന്നു ഹരി. നീ വല്ലതും കഴിച്ചോ? ഇല്ലമ്മേ, എനിക്കെന്തെങ്കിലും താ. കൈ കഴുകിയിട്ട് വന്നിരിക്കും. അമ്മയുടെ മുഖം കണ്ടിട്ട് ഇന്നും അച്ഛൻ്റെ ആണ്ടാണോ എന്ന് ഞാൻ സംശയിച്ചു പോയി. എന്താ അമ്മേ? ഉമ്മറിൻ്റെ ഉമ്മയെ ഞാൻ ഇന്ന് കണ്ടിരുന്നു. അവൻ പഠിച്ച് പാസ്സായി ഗൾഫിലേക്ക് പോയി. എന്ന് പോയി? എന്ന് പോയാലും ശരി, അവനൊരു നല്ല ജോലി കിട്ടിയിട്ടുണ്ടെന്ന് ഉമ്മയ്ക്ക് കത്തെഴുതിയിട്ടുണ്ട്.
നിനക്കും അങ്ങനെ എന്തെങ്കിലും ഒരു നല്ല ജോലിക്ക് ശ്രമിച്ചൂടെ ഹരി?